ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ കോട്ടയത്ത് പുതിയ ലുലു മാൾ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഡിസംബർ 14 തീയതിയാണ് കേട്ടോ നമ്മുടെ ഈ കോട്ടയത്ത് മിനി ലുലു മാൾ സ്റ്റാർട്ട് ചെയ്തത്. കുറേ ദിവസമായി അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ പല തിരക്കുകൾ കാരണം ഇതുവരെ അങ്ങോട്ട് പോകാനൊന്നും ഒത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് ഞങ്ങൾ ഓർത്തു. അപ്പം ഞങ്ങളൊരു വൈകുന്നേര സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് കേട്ടോ ഞങ്ങളെ വണ്ടി ഒന്ന് ശരിക്കും പാർക്ക് ചെയ്യാൻ തന്നെ പറ്റിയത്. നമ്മുടെ എറണാകുളത്തെ ലുലു മാളിൽ ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കിത് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വണ്ടറടിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അതിനകത്തേക്ക് കയറിയത്. ഇത്രയും കടകൾ ഒന്നിച്ച് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. ഇവിടുത്തെ കടകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ. ഫ്രൂട്ട്സും നട്ട്സും വെജിറ്റബിൾസും അങ്ങനെ എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫ്രഷ് ഐറ്റംസ് ആണ് ഇവിടെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൈസയിൽ അത്യാവശ്യം ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ കണ്ടത് ഈ സ്വീറ്റ്സൊക്കെ നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ശരിക്കും ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. എല്ലാം മേടിച്ച് കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ തോന്നിയേ, പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഭംഗിയായി കണ്ട് ഫോട്ടോയിൽ പകർത്തിയിട്ട് ഞങ്ങളിങ്ങ് പോന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ് കേട്ടോ, ഇവിടെ ഓരോ കാര്യത്തിനും ഓരോ സെക്ഷൻസ് ആയിട്ട് വീതിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്നാക്സിനൊരു കൗണ്ടറുണ്ട്, ലഡ്ഡൂസ് തന്നെ വിൽക്കുന്ന ഒരു കൗണ്ടർ, നട്ട്സ് വിൽക്കുന്ന, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് കൗണ്ടറുകളാക്കിയിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. കൂടുതൽ സമയം ഞങ്ങൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെയാണ് കേട്ടോ സ്പെൻഡ് ചെയ്തത്. എന്നിട്ട് ആകെ ഞങ്ങൾ മേടിച്ചത് ഒരു കേക്ക് മാത്രമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് കിഡ്സ് സെക്ഷനിലാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരുപാട് റൈഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. 715 റുപ്പീസ് കൊടുത്താൽ നമുക്ക് അവരൊരു കാർഡ് പോലൊരു സാധനം തരുവേ. അപ്പോൾ ഒരു പ്രാവശ്യം 750 റുപ്പീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഇഷ്ടമുള്ള റൈഡുകളിലൊക്കെ കയറാനായിട്ട് പറ്റും. എല്ലാത്തിലും വേണേൽ കയറാൻ പറ്റും. പക്ഷേ അതിനൊരു സ്പെസിഫൈഡ് ടൈമുണ്ട്. ആ ടൈം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിറങ്ങണം. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഈ കാര്യങ്ങൾ. ഇനി വീണ്ടും കയറണം എന്നുണ്ടെങ്കിൽ വീണ്ടും 750 റുപ്പീസ് പേ ചെയ്തിട്ട് നമുക്ക് വീണ്ടും എല്ലാത്തിലും കയറാനായിട്ട് പറ്റും. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ആ ഒരു ഫെസിലിറ്റീസൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ഓടി പിടിച്ചാട്ടോ പോയത്.
വിശാലമായിട്ടുള്ളൊരു ഫുഡ് ഏരിയയും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫ്രൂട്ട്സിൻ്റെ പൾപ്പ്, പിന്നെ കോഫീസ്, ഐസ്ക്രീംസ്, അങ്ങനെ എല്ലാവിധ സ്നാക്സും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെ ചുറ്റി നിൽക്കാൻ നിന്നില്ല. വേഗം തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി പോരുമായിരുന്നു. എന്തായാലും വളരെ നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ കോട്ടയത്തെ മിനി ലുലു മോൾ നമുക്ക് നൽകുന്നത്. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെയുള്ള ലുലു മോളിൻ്റെ അത്രയും ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ലെങ്കിലും ഉള്ള കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി വെൽ ഓർഗനൈസ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ആയിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ കുറ്റങ്ങളും കുഴപ്പങ്ങളും ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാനും അതുപോലെ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും കോട്ടയത്തെ ഈ മിനി ലുലു മോൾ വന്ന് കാണണം.